ചേട്ടാ ഒരു മിനിറ്റ്, നമ്മളെ 77 ബാച്ചിൻ്റെ ആൾക്കാരാണോ? അതല്ലേ, എവിടെയാ സ്ഥലം? എവിടെയാ? ഞാൻ കോഴിക്കോടാണ്. അയ്യോ, കോഴിക്കോട് നിന്ന് യാത്രയ്ക്ക് ഇതിനു വേണ്ടി വന്നെയാണോ? 1977 മാടായി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരുടെ ഒരു സംഗമമാണ്. പഴയ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചുപോയി തോന്നുന്നു അല്ലേ? അതിനിടയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ അലമ്പാക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്നോ സംശയമുണ്ട്, ഇദ്ദേഹം ആ അലമ്പ് വിട്ടില്ല അല്ലേ? സ്റ്റേജ് 47 വർഷത്തിന് ശേഷം കുറച്ച് കാലമായി നമ്മളിങ്ങനെ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 2024 നമ്മൾ ഒരു 4-5 പേര് ഒത്തുകൂടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും തുടർന്ന് നമ്മുടെ കുറച്ച് പേര് വളരെ സജീവമായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സും 10th A മുതൽ K വരെ ഡിവിഷൻ ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സിലും 40ഓളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ തപ്പി എടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അങ്ങനെ 2 മാസം കൊണ്ട് ഞങ്ങൾക്ക് 300-ലധികം ആളുകളെ സംഘടിപ്പിക്കാൻ സാധിച്ചു. പല റിട്ടയറായ 62-63 വയസ്സിലെ ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 18-ന് ഞങ്ങൾ വലിയൊരു മഹാസംഗമം മാടായി ഹൈസ്കൂളിൽ വെച്ച് നടത്തിയ ടീച്ചർമാരെ വിളിക്കുകയും അതുപോലെ ആദരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വലിയ കലാപരിപാടിയൊക്കെ നടത്തിയിരുന്നു. ആ 77 കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാൻ വേണ്ടി പറ്റുമോ? ആ കാലഘട്ടം ഈ കാലഘട്ടം ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അന്ന് ഒരുപാട് രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടെങ്കിലും പരസ്പര സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പല സമരങ്ങളുണ്ടാവും, നമ്മുടെ സഹപാഠികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമരം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ കൂട്ടുകാരെ പോലെ കൈയും പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത് മാറി, ആ പരസ്പര സാഹോദര്യം ഇന്നില്ല. ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ തീർന്നു. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 4 ജനറേഷൻ വന്നു കഴിഞ്ഞു. അതിനിടയിൽ ആ ഒരു മാറ്റം ശരിക്കും പ്രകടമായിട്ട് കാണാനുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് നിങ്ങൾക്ക് തന്നെ കൊച്ചുമക്കളും അവരുടെ മക്കളൊക്കെ ആവുന്ന സമയമായില്ലോ അല്ലേ? എങ്ങനെയാണ് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ? കൊച്ചുമക്കൾ അവരുമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. പക്ഷേ അന്നേരം ഇത്തരം ഒരു സംഭവം, ഇങ്ങനെ ഒരു കൂട്ടായ്മ വരുമ്പോൾ നമുക്ക് വരാൻ തോന്നുന്നത് മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, ഇതാണ് സാഹോദര്യമാണ്. ഇന്ന് അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ട് ഒരാളെ കിട്ടി, സന്തോഷം. വിശ്വമാഷ് എന്നെ അതാണ് വിശ്വമാഷെ ആദ്യം വന്നവിടെ ചോദിച്ചത് ദിനേശനോട്, പറഞ്ഞു ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്നൊക്കെയാണ് സംഗമത്തിന് വേണ്ടിയിട്ട് അല്ലേ? 1977 മാടായി സ്കൂളിലെ ഒരു കൂട്ടായ്മയാണ്. 1977 മാടായി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരുടെ ഒരു സംഗമമാണ്. ഇന്ന് എത്രത്തോളം ആൾക്കാർ ഇവിടെ എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്? ഇന്ന് 150ഓളം ആളുകൾ എത്തിയിട്ടുണ്ട്. പിന്നെ 48 വർഷം മുമ്പേയുള്ള ഒരു സൗഹൃദത്തിനൊരു കൂട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ. നമ്മളൊക്കെ ഇനി ഒരിക്കലും കാണൂല എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് പഠിച്ചു വിട്ടു. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ അല്പം ഓരോ നിമിഷങ്ങളും നമ്മളുടെ ജീവിതത്തിൽ അതീവ സന്തോഷങ്ങളായ നിമിഷങ്ങളാണ് ഇവരെ കൂടെ ചിലവഴിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ? എന്തൊക്കെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ? പ്രധാനമായിട്ട് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനമാണ്. നമ്മുടെ കഷ്ടപ്പെടുന്ന ഡയാലിസിസ് അതുപോലുള്ള ഒരു മാരക രോഗങ്ങളെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ അവരെ കാര്യമാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3-4 ആൾക്കാരെ ഈ ഒരു കൊല്ലത്തിനിടയിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിനെ എടുത്തു എന്നുള്ളതാണ് ഏറെ സന്തോഷം. അപ്പോൾ ഇന്ന് ഏത് ഉച്ചവരെയാണോ, എത്ര സമയം വരെയാണ് ഈ സംഗമങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത്? ഇന്നത്തെ സമയം തുടങ്ങുന്ന സമയമേ ഉള്ളൂ, തീരുന്ന സമയമില്ല. അതാണല്ലേ, ആ പഴയ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചുപോയി തോന്നുന്നു അല്ലേ? അതിനിടയിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് നമ്മളെ ക്ലാസ്സിൽ ഇപ്പോൾ അലമ്പാക്കുന്ന ഒരാളുണ്ടാവും അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്നോ സംശയമുണ്ട്, ഇദ്ദേഹം ആ അലമ്പ് വിട്ടില്ല അല്ലേ? സ്റ്റേജ് കയറി പാടൊരു കൂക്കല്, ഒരു താളമേളം വേണ്ട. ഉണ്ട്. അല്ല, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്ത് ഒരു എനർജി, ആ പഴയ കാലത്തേക്ക് എല്ലാവരും തിരിച്ചുപോയി. തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ നിമിഷമാണ്. അപ്പോൾ അത് ആഹ്ലാദിക്കുക. വർഷത്തിലും ഇനി എല്ലാവിധ വർഷങ്ങളും ഇതുപോലെ പരിപാടികൾ നടക്കട്ടെ എന്ന് തീർച്ചയായിട്ടും. അതുപോലെ ഇന്ന് വരാൻ സാധിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വീഡിയോ platra.com-ന്റെ വീഡിയോ നമ്മൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈകിയ വേളയിൽ 1977 കൂട്ടായ്മ അല്ലേ, ഒരിക്കൽ കൂടി ഒത്തിരി വർഷക്കാലം നിങ്ങൾക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. അരവിന്ദേട്ടൻ നമ്മളെ അംഗമാണല്ലോ.